ഹലോ അമ്മമ്മ ഈ ന്യൂസിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പരിപ്പും ചെമ്മീനും കൂടി ചേർന്ന ഒരു വടയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകണം. ആവശ്യമായ സാധനങ്ങൾ ഇവിടെ ഞാനൊരു 3/4 കപ്പ് പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഏത് പരിപ്പ് വേണമെങ്കിലും ആകാം കേട്ടോ. പീസ് പരിപ്പ്, കടലപ്പരിപ്പ് ഏതെങ്കിലും ആകാം. ഞാനിവിടെ എടുത്തേക്കണത് പീസ് പരിപ്പാണ് എടുത്തേക്കണത്. പിന്നെ ആ ഒരു കപ്പിന്റെ അളവിൽ തന്നെ ഞാൻ കുറച്ച് ചെമ്മീനും കൂടി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ചെമ്മീനാണ്, ഏത് ചെമ്മീൻ വേണമെങ്കിലും ആകാം. പിന്നെ 2 ചെറിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1 സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതുണ്ട്. ഇഞ്ചി 1 സ്പൂൺ അരിഞ്ഞതുണ്ട്. കുറച്ച് വേപ്പില, 1 സ്പൂൺ പച്ചമുളക്, കുറച്ച് മല്ലിയില, പിന്നെ ഉപ്പുണ്ട്, മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 സ്പൂണ് ഗരം മസാല. അതിന് നമുക്ക് ഈ പരിപ്പ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ചെമ്മീൻ നമുക്ക് ഒന്ന് ഒരു ചട്ടിയിലിട്ടിട്ട് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു അല്പം ഉപ്പിട്ടിട്ട്, കുറച്ച് മതി ഉപ്പും, കുറച്ച് മഞ്ഞൾപ്പൊടിയും, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കുക. കുറച്ച് വെള്ളം മതി കേട്ടോ. നമുക്ക് ഒന്ന് ഗ്യാസ് കത്തിച്ചിട്ടേ അടച്ചു വെച്ച് വേവിക്കാം. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, കത്തിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കൂട്ടത്തിൽ കൂടി ഈ പച്ചമുളകും വഴറ്റാം. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കണേ ഈ പച്ചമുളക്. വേപ്പിലയും കൂടി ഇടാം. നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പൊ ഇത് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ സവാളയാണ്. നമ്മൾ ഈ വടക്കൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊക്കെ എടുക്കൂലേ, പരിപ്പ് വടക്കൊക്കെ എടുക്കുമ്പോൾ അതേപോലെ ചെറുതായിട്ടൊന്ന് എടുക്കാം. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു ഇത്തിരി ഉപ്പും കൂടി ചേർക്കാം. കുറച്ച് ചേർത്താൽ മതി. നമുക്കിനി പരിപ്പൊക്കെ അരച്ചതിലൊക്കെ ഉപ്പ് ചേർക്കാനുള്ളതാണ്. അപ്പോൾ സ്വല്പം ചേർത്താൽ മതി. നമുക്ക് ഇതൊന്നും കൂടി വഴറ്റിയെടുക്കാം. അപ്പൊ അധികം മൂക്കൊന്നും വേണ്ടിട്ട് ഒന്ന് ജസ്റ്റ് വാടി കിട്ടിയാൽ മതി. അപ്പൊ നമുക്ക് എടുത്ത് വെച്ചേക്കണ ഈ പൊടികളെല്ലാം കൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. ഇത് ഇത്തിരി ഗരം മസാലയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി കൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കും. അപ്പൊ ആ ചെമ്മീനൊന്ന് ചെറിയ രീതിയിലൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് മിക്സിയുടെ ബൗളിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഞാനത് ഒരു മിക്സിയുടെ ബൗളിലിട്ടിട്ടൊന്ന് കറക്കി എടുത്തതാണ്. നമുക്കതൊന്ന് ഇതിന്റെ കൂട്ടത്തിൽ കൂടി അതൊന്ന് ചേർക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വരാം. നമുക്കൊന്ന് ഇത് എല്ലാം കൂടി യോജിക്കണ വരെ ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്ത പോലെ ആക്കാം. അധികം ഒന്നും ആക്കണ്ടട്ടോ, ഒന്ന് ചെറുതായിട്ടൊന്ന് ചെണ്ണയിൽ കിടന്ന് ഇത് വട ആകാനുള്ളതല്ലേ. അപ്പൊ ഇത് എല്ലാം ഒന്ന് ജസ്റ്റ് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഈ മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിതൊന്ന് പരിപ്പിൽ കൂട്ടിയിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ചെമ്മീനും കൂടി ഞാനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട് ഒരു സ്പൂൺ എടുത്തൊന്ന് മിക്സ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഒരു ഉരുള പോലെ എടുത്തിട്ട് നമ്മൾ പരിപ്പ് വടക്കൊക്കെ ഇതാക്കൂലേ, വടക്ക്, അതേപോലെ ഒന്ന് ഷേപ്പായിട്ടൊന്ന് ഇതാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഞാനിവിടെ പരിപ്പ് വടക്ക് പരത്തണ പോലെ തന്നെ ഞാൻ നന്നായിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. ഇത്തിരി കൂടി കട്ടി കുറച്ചാണ് ഞാനിവിടെ പരത്തിയേക്കണത്. ഇതൊന്ന് ഫ്രൈ ആയി കിട്ടണമല്ലോ. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊന്ന് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ടല്ലോ അല്ലേ? ഒന്ന് നല്ല ഫ്രൈ പോലെ ആക്കി എടുക്കട്ടോ. പരിപ്പും ചെമ്മീനും കൂടി ചേർന്ന വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ.